നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. പലതരം ഡയറ്റ് ഞാൻ തന്നെ വെയിറ്റ് ലോസിന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡയറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെയിറ്റ് ലോസിന് വളരെയധികം എഫക്റ്റീവ് ആണ്, എന്നാൽ ഹെൽത്തിയർ ആണ്. ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഒന്നും ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ലൂസായൊന്നും വരത്തില്ല. ചിലർക്കറിയാലോ, വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ സ്കിൻ വല്ലാണ്ട് ഡള്ളാവും. പിന്നെ അതുപോലെ തന്നെ ഹെയർ ലോസ് ഉണ്ടാവും. ഇങ്ങനത്തെ ട്രബിളൊന്നും ഈ ഡയറ്റ് എടുക്കുമ്പോൾ ഉണ്ടാവില്ല. ഇതിനാണ് പറയുന്നത് പ്രോട്ടീൻ ആങ്കർ ഡയറ്റ് എന്ന്. ഇത് വെയിറ്റ് ലോസിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്, എന്നാൽ ഹെൽത്തിയറുമാണ്. കഴിക്കുന്ന മീൽസ് തന്നെയാണ്, പക്ഷേ എല്ലാ മീൽസിലും പ്രോട്ടീൻ മസ്റ്റാണ്. ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചപ്പാത്തി എടുക്കാം, അതിൻ്റെ കൂടെ ഒരു എഗ് ഓംലെറ്റ് എടുക്കാം, അല്ലെങ്കിൽ ബോയിൽഡ് എഗ് എടുക്കാം. ഇനിയിപ്പോൾ ദോശയാണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ദോശ എടുക്കാം, അതിൻ്റെ കൂടെ എഗ് ബോയിൽഡോ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ ദാലോ പൾസസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പ്രോട്ടീൻ മസ്റ്റ് ആണെന്ന് മാത്രം കേട്ടോ, പക്ഷേ കാർബോഹൈഡ്രേറ്റ് കുറവ് മതി. ഓക്കെ, സാധാരണ നമ്മൾ 2 ഇഡലി 3 ഇഡലിയൊക്കെ അല്ലേ കഴിക്കുന്നത്, അതിന് പകരമായിട്ട് ഒരു ഇഡലി കഴിക്കുക, ഒരു ദോശ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം, അതിൻ്റെ കൂടെ പ്രോട്ടീൻ മസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചോറാണെങ്കിൽ ഒരു ചെറിയ കട്ടോരി ചോറ് എടുക്കാം. വളരെ കുറഞ്ഞ അളവിലെ ചോറ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടുതലായിട്ട് വെജിറ്റബിൾ നന്നായിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ ബോയിൽഡ് എഗ്ഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓംലെറ്റ് യൂസ് ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ എഗ്ഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് യോക്കോട് കൂടെ ഉപയോഗിക്കാം, ലഞ്ചിന് എഗ്ഗുമായിട്ട് മാത്രമായിട്ട് എടുക്കാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫിഷ് യൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഫിഷ് ഉണ്ടെങ്കിൽ എഗ്ഗ് വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് മസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ടീ ടൈമിൽ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ബദാമോ കാഷ്യൂസോ എന്തെങ്കിലും 5 എടുക്കാം. ഡിന്നറിന് ചിക്കൻ സൂപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിളും ചിക്കനും കൂടെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിയർ ഫ്രൈ പോലെ അങ്ങനെ എടുക്കാം. അപ്പോൾ പ്രോട്ടീൻ ആയല്ലോ. പിന്നെ എഗ്ഗ് അല്ലെങ്കിൽ വെജിറ്റബിൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സ്ക്രാമ്പിൾഡ് ഓംലെറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്ക്രാമ്പിൾഡ് ഫ്രൈ പോലെയോ ഒക്കെ എടുക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം, അത് മസ്റ്റാണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മസ്റ്റായിട്ട് രാത്രി വേണ്ടവർക്ക് ഒരു റാഗിയുടെ ദോശ കഴിക്കാം, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസും അതുപോലെ എഗ്ഗും ഒക്കെ കൂടെ സ്റ്റിയർ ഫ്രൈ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇങ്ങനെ രീതിയിൽ ഇപ്പോൾ 3 നേരവും പ്രോട്ടീൻ ആയല്ലോ, 4 നേരവുമായി. നമുക്ക് ടീ ടൈമിൽ കാഷ്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 4 നേരം പ്രോട്ടീനായി. ഇതുപോലെ ഡയറ്റ് എടുക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയും. പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡിന്നറൊക്കെ കുറച്ച് നേരത്തെ ആക്കാം. ബാക്കി ഞാൻ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ 1 മന്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയും. മിക്കവരും ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ വെജിറ്റബിളൊക്കെ കഴിക്കും, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കും, പക്ഷേ ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല തീരെ. എല്ലാ മീൽസിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റിനെയാണ് ഈ പ്രോട്ടീൻ ആങ്കർ ഡയറ്റ് എന്ന് പറയുന്നത്. വളരെയധികം എഫക്റ്റീവ് ആണ് വെയിറ്റ് ലോസിന്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറയും. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ പറയുന്നതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ്. പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്യുക കേട്ടോ. വിളിക്കാൻ നിൽക്കരുത്, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീയും ഡീറ്റെയിൽസും ഒക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്